അടിയോടി എന്താ അടിയോടി ഡോ അടിയോടി അച്ഛൻ അയാൾ ബോധമില്ല. അച്ഛൻ അങ്ങോട്ട് പോവൂ. ചേട്ടാ 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 കേട്ടോ ചേട്ടാ ചേട്ടാ എന്താ എന്തായി? അയ്യോ എന്റെ ഭഗവതി, ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കാൻ. ചേട്ടാ ചേട്ടാ കണ്ണുറക്കേട്ടാ, നീ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വാ. ചേട്ടോ കമ്പനിയിൽ വന്നിട്ട് കാപ്പി കൂടെ കുടിക്കാതെ എന്താ? ഞാൻ കണ്ടു. എന്ത് കണ്ടു? കൃഷ്ണക്കുറുപ്പിനെ ഞാൻ കണ്ടു സുധാകര. അതേ രൂപം, അതേ വേഷം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടും എന്നോട് അച്ഛന് സ്നേഹമുള്ളത് കൊണ്ടും ഞാൻ ബോധം കെട്ടു വീണു. എന്തൊക്കെ ചേട്ടാ ഈ പറയുന്നത്? അതൊക്കെ വെറും ഒരു തോന്നലല്ലേ? ഈ രണ്ട് കണ്ണുകളും ഞാൻ ജനിച്ച അന്ന് മുതൽ കൊണ്ടു നടക്കുന്നതാ. ഇവരെന്നെ ചതിക്കില്ല. ഞാൻ കണ്ടു, കൃഷ്ണക്കുറുപ്പിന്റെ ആത്മാവിനെ ഞാൻ കണ്ടു. മോനെ സുധാകര, അച്ഛന്റെ ആത്മാവ് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. അത് തീർച്ചയാ. ഇന്ന് അമാവാസി, വിശാഖം നക്ഷത്രം. കുറുപ്പിന്റെ നക്ഷത്ര വിശാഖം. കുറുപ്പ് വരാൻ ഇതിലും നല്ലൊരു സമയം വേറെ ഇല്ല. ചേട്ടൻ ആരെയാ തൊടുന്നേ? കുറുപ്പാതിലേ പോയത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ വീടല്ലേ? ആരാ? ഇൻഷുറൻസ് കമ്പനിന്നാ. ഗുഡ് മോർണിംഗ് സർ, ഐ എം വിനയ് ചന്ദ്രൻ. ഹലോ. പ്ലീസ് കം. അത് മുഴുവനും കഴിക്കുന്നേ. ഇൻഷുറൻസുകാർ വന്നിട്ടുണ്ട്, അമ്മയെ കാണണമെന്ന് പറയുന്നു. എനിക്കാരെയും കാണണ്ട. പക്ഷെ അവർക്ക് കാണണം. എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മറുപടി പറയുകയും വേണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അച്ഛന്റെ കൂടെയിരുത്തി ഒരു ചായ കൊടുക്ക്. അച്ഛൻ മരിച്ചു പോയെന്ന് അവർക്ക് എഴുതി വെച്ച കടലാസിൽ അമ്മ ഒപ്പിട്ടിട്ടുണ്ട്, അത് മറക്കണ്ട. വരൂ അമ്മേ. ഇതാണ് ഓഫീസർ, മിസ്റ്റർ നാരായണസ്വാമി. ഓ, മരിച്ച കൃഷ്ണക്കുറുപ്പ് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, വിധവകൾ സാധാരണയായി സിന്ദൂരം തൊട്ട് കാണാറില്ല. അമ്മ പിന്നെ സിന്ദൂരം എടുത്തു തൊട്ടോ? അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ വന്നു. അതിപ്പോ മാറി വരുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരായിരുന്നു? നിങ്ങൾ അതിനത് വായിച്ചത്? അല്ല, സാധാരണയായി അത് പാടില്ലാത്തതാണല്ലോ. ആ, ഇതാ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ശരി സാർ. സാറില്ല, സിന്ദൂരം തൊട്ടാലില്ലെങ്കിൽ നീ സുമംഗലി തന്നെയാ. ഇവിടെ ഒരു ഒപ്പ്, പിന്നെ ഇവിടെയും. ഒരു അൺയൂഷ്വൽ ഡെത്ത് ആയതുകൊണ്ട് പ്രോസസിംഗ് കഴിഞ്ഞ് പേയ്മെന്റ് വരാൻ 1-2 ആഴ്ച പിടിക്കും. പിന്നെ എല്ലാ മക്കളും ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. ശരി സാർ. ശരി.
സുമതി, സുമതി, എന്താ കിട്ടി, കിട്ടി. എന്തോന്ന് കൊലയോ? കൊലയല്ല, നിന്റെ തല അവിടെ LIC കിട്ടിയെന്ന്. എന്റെ ഗുരുവായൂരപ്പാ, നേരോ? നേര്. നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. അമ്മേ വേഗം പുറത്തേക്ക് വാ, ആ ഭദ്രകാളി വരുന്നുണ്ട്. ആര്? അമ്മയുടെ മോളും. എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ ചേച്ചി ഈ വീട് മുഴുവൻ തപ്പും. ഞാൻ അവളെ ഈ വീടിനകത്തേക്ക് കയറ്റില്ല. എന്ത് ബഹളം കേട്ടാലും അച്ഛൻ അനങ്ങരുത്. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കായെടുക്കാൻ പൊള്ളാച്ചി പോയിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ വന്ന് അമ്മയുടെ നിക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ആ അതേതായാലും നന്നായി. അമ്മ ഇവിടെ ഒരു വിധം സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല് വന്നേ, നമ്മളെയൊക്കെ അധിക നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വിഷമമാണ്. ഞങ്ങളാരും അമ്മയുടെ മുമ്പ് പോവാറ് തന്നെ ഇല്ല. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പൊക്കോ. അത് അങ്ങനെ എന്തെങ്കിലും വിഷമം അമ്മയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് വിഷമങ്ങൾ മുഴുവൻ മാറ്റിട്ടേ പോകുന്നുള്ളൂ. എന്ത്? അതന്നെ. അത് വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കും തോറും പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. സമയം കളയണ്ട, രണ്ടുപേരും സ്ഥലം വിട്ടോ. വിനയ, നീ എന്റെ അനിയനല്ലേ? അതെ. ഇൻഷുറൻസിന്റെ കാശ് ഞങ്ങളെ കൊണ്ട് തൊടിയിക്കാതിരിക്കാനുള്ള നിന്റെ അടവ് ഈ ചേച്ചിക്ക് മനസ്സിലാവില്ലടാ. ചേട്ടൻ ചെന്ന് കുളിച്ച് ഷർട്ടും മുണ്ടും മാറ്റ്. നമ്മള് 10 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാത്റൂം ഫ്രീ ആയിരിക്കുമല്ലോ. നിക്ക അങ്ങനെ ഇപ്പൊ പോണ്ട. തടയണ്ട. ഭാര്യ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ ഏതളിയനും ഈ ഇന്ത്യയിൽ അവകാശമുണ്ട്. അവകാശങ്ങളൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടല്ലേ അളിയൻ ഇവളെ സ്വീകരിച്ചത്. എന്ത് വാങ്ങിച്ചതാ പറയുന്നേ? എപ്പോ വാങ്ങിച്ചെന്ന് ഈ പറയുന്നത്? പറഞ്ഞ സ്വർണം തന്നോ? എനിക്ക് കട തുടങ്ങാൻ കാശ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നോ? ഇൻഷുറൻസിന്റെ പണത്തിൽ നിന്ന് 1-2 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ എന്ന് പറഞ്ഞു? നിങ്ങളാരും കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മരുമകൻ എന്ന നിലയിൽ എന്നോടും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല. വേഗം സ്ഥലം വിട. വിട്ടില്ലെങ്കിലോ രണ്ടിനെ പിടിച്ച് പുറത്താക്കും. എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വില ഉണ്ടെന്ന് അറിയണമല്ലോ. അമ്മ ഇത് കണ്ടില്ലേ? അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥിതി വരുമായിരുന്നു. ഈ കള്ള അഭിനയം ഇവിടെ വേണ്ട. അളിയോ, അളിയന്റെ കളിയൊന്നും ഇവിടെ ആരും അറിയില്ല എന്ന് വിചാരിക്കണ്ട. ആ കോളേജിന്റെ മുന്നിലെ പുത്തൻ കെട്ടിടത്തിൽ ഫ്ലാറ്റ് വാങ്ങാൻ അളിയൻ അഡ്വാൻസ് കൊടുത്തത് ഏത് കാശ് മുന്നിൽ കണ്ടിട്ടാന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെ അതെന്റെ കഴിവാ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മാനസിക നില ശരിയല്ല. എനിക്ക് ഭ്രാന്തായത് നീ അറിഞ്ഞില്ലേ? നീ വാടി. ഈ നാട്ടിൽ നീതി നിയമമുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്രോവിഡന്റ് ഫണ്ടോ പോയി. ഇനിയിപ്പോ ഇൻഷുറൻസ് നമ്മളെ കൊണ്ട് തൊടിയിക്കില്ല എന്നാണ് അളിയന്മാരുടെ ഭാവമെങ്കിലേ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഞാൻ ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. നീ വാടി.